അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിക് കലണ്ടറിലെ 8ാമത്തെ മാസമാണ് ശഅബാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മനുഷ്യരുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ഈ മാസത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റമളാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന മാസം ശഅബാൻ മാസമായിരുന്നു. കാരണം ആളുകൾ അശ്രദ്ധയിലായി പോകാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ശഅബാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ച റജബ് മാസത്തിൻ്റെയും ശ്രേഷ്ഠമായ റമളാൻ മാസത്തിൻ്റെയും ഇടയിലാണ് ശഅബാൻ എന്നുള്ളതുകൊണ്ട് മഹാനായ സ്വഹാബി ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ലം അറക തസൂമു ശഹറൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. അള്ളാഹുവിൻ്റെ റസൂലെ, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ശഅബാൻ മാസത്തിലങ്ങ് വ്രതമനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും അത്രയും വ്രതമെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദാലിക ശഹറുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റജബിനും റമളാനിനും ഇടയിൽ ആളുകൾ പരിഗണിക്കാതെ അശ്രദ്ധരായി വിടുന്ന ഒരു മാസമാണത്. എന്നിട്ട് തുടർന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ശഅബാൻ. അതുകൊണ്ട് തന്നെ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വായിമുൻ. ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയുണ്ടായി. എന്നാൽ സുഹൃത്തുക്കളെ, വർഷത്തിൽ ഈ മാസത്തിൽ മാത്രമല്ല അമലുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നത്. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ഫയഹ്തമിലു അന്നഹു യുഅറദു അലൈഹി തആല അഅമാലുൽ ഇബാദി കുല്ല യൗമിൻ. അടിമകളുടെ അമലുകൾ എല്ലാ ദിനത്തിലും അള്ളാഹുവിന് മുമ്പിൽ പ്രദർശിക്കപ്പെടുന്നുണ്ട്. തുമ്മ തുഅറദു അഅമാലുൽ ജുമഅത്തി ഫി യൗമിൽ ഇത്നൈനി വൽ ഖമീസ്. ആഴ്ചയിലാണെങ്കിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. തുമ്മ അഅമാലു സനത്തി ഫി ശഅബാൻ. വർഷത്തിലാവട്ടെ അത് ശഅബാൻ മാസത്തിലുമാണ്. കമാ ഫി റിവായത്തിൻ നസായി, ഇമാം നസായി റിപ്പോർട്ട് ചെയ്തതുപോലെ, വലികുല്ലി അർദിൻ ഹിക്മത്തിൻ, എല്ലാ ഓരോന്നിനും ചില യുക്തികളുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീത്തിൽ നമുക്ക് കാണാം, മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട്, വലം അറഹു സ്വായിമൻ മിൻ ശഹരി ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ശഅബാൻ. കാന യസൂമു ശഅബാന കുല്ലഹു കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ പറയുകയാണ്, ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നതിനേക്കാൾ മറ്റൊരു മാസത്തിലും നോമ്പെടുക്കുന്നത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ശഅബാൻ ആകട്ടെ കാന യസൂമു ശഅബാന കുല്ലഹു, ശഅബാൻ ഏറെക്കുറെ മുഴുവനും അദ്ദേഹം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല, വളരെ കുറഞ്ഞ ദിവസങ്ങളൊഴികെ ശഅബാൻ അദ്ദേഹം നോമ്പെടുത്തിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ റമളാൻ മാസത്തെ പോലെ മുഴുവനായി ശഅബാനിൽ നോമ്പെടുത്തിരുന്നില്ല. മഹാനായ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, മാ സ്വാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഹ്റൻ കാമിലൻ ഖത്തു ഗൈറ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും റമളാൻ അല്ലാത്ത ഒരു മാസത്തിലും പൂർണ്ണമായിട്ട് നോമ്പ് നോറ്റിരുന്നില്ല. അതേപോലെ തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും,
ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഖാലത്ത്, അവർ പറഞ്ഞു, വമാ റഅയ്തുഹു സ്വാമ ശഹറൻ കാമിലൻ മുൻദു ഖദിമൽ മദീന ഇല്ലാ അൻ യകൂന റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസം ഒഴികെ മറ്റൊരു മാസത്തിലും പൂർണ്ണമായിട്ട് നോമ്പ് നോറ്റിരുന്നില്ല എന്ന് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ അധിക ദിവസവും നോമ്പെടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ശഅബാൻ പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ല എന്നതാണ് പ്രബലമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക, കൂടുതൽ സൽക്കർമ്മങ്ങളിൽ മുഴുകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി